നമസ്കാരം, ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനാണ് കൊളോജൻ. ഇത് മൊത്തം പ്രോട്ടീൻ്റെ ഏകദേശം 30% വരും. ചർമ്മം, പേശികൾ, എല്ലുകൾ, ടെൻഡനുകൾ, ലിഗമെൻറ്റുകൾ, കണക്റ്റീവ് ടിഷ്യൂ എന്നിവയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഇവ. കൂടാതെ ഇത് അവയവങ്ങളിലും രക്തക്കുഴലുകളിലും ഇൻറ്റസ്റ്റൈനൽ ലൈനുകളിലും ഉണ്ട്. ശരീരത്തിന് ഘടന, ബലം സപ്പോർട്ട് എന്നിവ നൽകുന്നതാണ് ഇതിൻ്റെ പ്രധാന ജോലി. ചർമ്മത്തിലെ ഡെഡ് സെല്ലുകളെ മാറ്റി പുതിയ കോശങ്ങൾ വളരാൻ സഹായിക്കുക, ഇവയുടെ ബലവും ഇലാസ്തികതയും വർദ്ധിപ്പിക്കുക, അവയവങ്ങൾക്ക് സംരക്ഷണ കവചം നൽകുക, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക എന്നിവയാണ് ഇവയുടെ മറ്റു ജോലികൾ. പലതരത്തിലുള്ള കൊളാജൻ ശരീരത്തിലുണ്ടെങ്കിലും ടൈപ്പ് 1 മുതൽ ടൈപ്പ് 5 വരെയുള്ള 5 കൊളാജനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പ്രായം കൂടുമ്പോൾ കൊളാജൻ ഉൽപാദനം കുറയുകയും നിലവിലുള്ള കൊളാജൻ അതിവേഗം തകരുകയും ചെയ്യുന്നു. കൊളാജൻ കുറവിൻ്റെ ഏറ്റവും വലിയ കാരണം അനോഖികരമായ ജീവിതശൈലിയാണ്. കൊളാജൻ കുറവ് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കില്ല. പക്ഷേ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ചുളിവുകളുള്ളതോ അയഞ്ഞതോ ആയ ചർമ്മം, കുഴിഞ്ഞ കണ്ണും മുഖവും, മസിൽ വേദന, കൈകാലുകൾ മടക്കാൻ പ്രയാസവും വേദനയും, ദഹന സംബന്ധമായ പ്രശ്നം, രക്തയോട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് കൊളാജൻ ലെവലുകൾ കാര്യമായി കുറയുന്നത് തടയാൻ സാധിച്ചേക്കാം. അതായത് പുകവലിയും അമിത മദ്യപാനം ഉപേക്ഷിക്കുക, പഞ്ചസാര ചേർത്ത ആഹാരങ്ങൾ മിതമായി മാത്രം ഉപയോഗിക്കുക, സൂര്യൻ്റെ UV രശ്മികൾ ദേഹത്ത് പതിയാതെ ശ്രദ്ധിക്കുക, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, ഡെർമറ്റോമൈസിറ്റിസ്, ക്ലിയറോഡെർമ എന്നിവ ഉള്ളവർക്കും ഇത് കുറയാറുണ്ട്. കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഉയർന്ന കൊളാജൻ ലഭിക്കുകയില്ല തന്നെ. പക്ഷേ വൈറ്റമിൻ സി, ഗ്ലൈസിൻ, കോപ്പർ, സിങ്ക് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ പരോക്ഷമായി കൊളാജൻ ലഭിക്കുന്നതാണ്. അതായത് സ്ട്രോബെറി, മഷ്റൂം, പീനട്ട്, ഓയിസ്റ്റർ, ബ്രക്കോലി എന്നിവ ഡയറ്റിൽ ഉൾപ്പെട്ടത് അത്യാവശ്യമാണ്. കാര്യമായ കൊളാജൻ ഡെഫിഷ്യൻസി ഉള്ളവർ കൊളാജൻ പെപ്റ്റൈഡ്സ്, ഹൈഡ്രോളൈസ്ഡ് കൊളാജൻ സപ്ലിമെൻറ്റുകളെ ആശ്രയിക്കാറുമുണ്ട്.